ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. 1.5 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇത് നല്ല മധുരമുള്ള പലഹാരമാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിങ്ങനെ ചെയ്യണത് നമ്മുടെ റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. 10 മിനിറ്റൊക്കെ കഴിയും തന്നെ റവ ഈ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇതിങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ശർക്കരയൊക്കെ ഒന്ന് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി തേങ്ങയൊക്കെ 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് 2 നുള്ളു ഉപ്പാണ് കേട്ടോ ചേർക്കണത്. കൂടെ തന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. ക്യാരറ്റും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് നേരം ഇതിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളിവിടെ റെഡിയാക്കണത് റവ വെച്ചിട്ടുള്ള അടയാണ്. നമ്മുടെ ഈ ഒരു അടയ്ക്ക് ജീരകത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കണത് 1 ടീസ്പൂൺ നെയ്യാണ്. നമ്മളിങ്ങനെ നെയ്യും കൂടെ ചേർത്തിട്ട് ഈ ഒരു മിക്സ് റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ലോണം പറ്റി ആ ഒരു ക്യാരറ്റും തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഈ സമയം ഈ ഒരു മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ അട റെഡിയായി വരുന്ന സമയത്ത് ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ടാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണോ അത്രയും നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ റവയൊക്കെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. ഇനി ഒരു 1 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ തിക്കായിട്ടുണ്ടാവും. ഈ ഒരു പാകമായാൽ മതി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് മീഡിയം വലിപ്പമുള്ള ഒരു ഉരുളയാക്കിയിട്ട് നമുക്ക് വാഴയിലയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരുപാട് തിന്നായിട്ട് നമ്മൾ പരത്തി കൊടുത്തിട്ടല്ല കേട്ടോ ഈ ഒരു അട റെഡിയാക്കണത്. ഇതുപോലെ കട്ടിയിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാരറ്റും തേങ്ങയുടെ മിക്സില്ലേ, അത് നമുക്ക് കുറച്ചങ്ങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഈ ഒരു അട റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വാഴയിലേക്ക് എടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്ന് നമുക്കത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടെ എടുക്കാം. അതിനുശേഷം ഈ മുകളിൽ നിന്നുള്ള ഭാഗം താഴേക്കും കൂടെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇത് വേവിച്ചിട്ടെടുക്കണത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ വേവിച്ചിട്ടെടുക്കാം. ഞാനിത് വെച്ചിട്ട് 15 മിനിറ്റായി. ഇപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ റവയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ല കേട്ടോ. താങ്ക്